ഈ 5 വർഷ കാലയളവിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൻ്റെ വക പാർലമെൻറ്റിൽ വരാറുണ്ട്. അത് മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യമാകാം, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യമാകാം, നമ്മുടെ സ്വാതന്ത്ര്യം അതേ രീതിയിൽ നിലനിർത്തുന്ന പ്രശ്നമാകാം, നമ്മുടെ ഒരുമയ്ക്കും ഐക്യത്തിനുമെല്ലാം തടസ്സമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയുള്ള ഗർജനമാകാം, പല കാര്യങ്ങൾ. നമ്മുടെ നാടിൻ്റെ ശബ്ദം കേട്ടില്ല. നമ്മുടെ നാടിൻ്റെ ശബ്ദം വളരെ നേർത്തുപോയി. നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ ശബ്ദം വളരെ നേർത്തുപോയി. എന്താ കാര്യം? ഇവിടുന്ന് പോയത് മഹാഭൂരിഭാഗം UDF എംപിമാരായിരുന്നു. ഇപ്പോൾ 2 എംപിമാരാണ് നിലവിൽ LDFൻ്റെ ഭാഗത്തുള്ളത്. ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ ചാഴിക്കാടൻ. ഈ 2 പേര്. ബാക്കി 18 UDFൻ്റെ കൂടെ. അവർ ശബ്ദിച്ചോ പല കാര്യങ്ങളിൽ? നമ്മൾ ആഗ്രഹിച്ചില്ലേ ശബ്ദം കേൾക്കാൻ? രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവർ ശബ്ദിച്ചില്ല. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ശരിയായൊരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിൻ്റേതായി ഉണ്ടായി. അവരുടെ ഒരു മുഖലേഖനത്തിൽ അവർ പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെതിരാണ് എന്നാണ് പൊതുധാരണ. യഥാർത്ഥത്തിൽ മുസ്ലിമിന് മാത്രമല്ല എതിര്. നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ സംസ്കാരങ്ങളുണ്ട്, വൈവിധ്യമാർന്ന രീതികളുണ്ട്, വ്യക്തി നിയമങ്ങൾ പല തലങ്ങളിലുണ്ട്, പലതരത്തിലുണ്ട്. ഓരോ വിഭാഗവും അവരുടേതായ വ്യക്തി നിയമങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് തുടർന്നതാണ്, നാനാത്വത്തിൽ ഏകത്വം. എന്നാൽ ഇതിനെ ആകെ ഏകീകൃത രൂപമാക്കാൻ സർക്കാർ പുറപ്പെടുകയാണ്. അത് ഈ പറഞ്ഞ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കലാണ്. ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്നതല്ല, മുസ്ലിമിനെ മാത്രം ബാധിക്കുന്നതല്ല, ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തെയും എല്ലാവരുടെയും വ്യക്തി നിയമങ്ങളെ ബാധിക്കുന്നതാണ്. ശരിയായ വിലയിരുത്തലാണത്. ഇത്തരമൊരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമാണ്. ആ നിയമത്തെ ശക്തമായി എതിർക്കാൻ കഴിയണ്ടേ? കഴിഞ്ഞോ? ആ നിയമത്തെ എതിർക്കാൻ സഖാവ് ആരിഫടക്കം 6 എംപിമാർ മാത്രമേ ലോക്സഭയിലുണ്ടായിരുന്നു. എവിടെ പോയി നമ്മുടെ 18 പേര്? അവരെ കാണാനില്ല. സാങ്കേതികമായി എതിർത്താൽ മാത്രം പോരാലോ.
എതിർക്കണ്ടേ ശരിയായ രീതിയിൽ? അവരെ കാണാനേ കഴിഞ്ഞില്ല.